വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4th സെമസ്റ്റർ SD സ്റ്റുഡൻസിന്റെ എക്സാം റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെയാണ് റിസൾട്ട് വന്നത്. സോ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് പേർക്ക് നല്ല സ്കോർ ഉണ്ട്. സോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ദെൻ മാർക്സ് പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. പല കുട്ടികൾക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. സോ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റിവാലുവേഷന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ദെൻ ചിലവർ പാസ്സായിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത മാർക്കാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ടൈം എടുക്കുമോ? അപ്പോൾ ഈ ഉള്ള മാർക്ക് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്, അതല്ല റിവാലുവേഷന് കൊടുത്ത് അതും കൂടിയും കിട്ടി അങ്ങനെ പോകുന്നതാണോ നല്ലത്? സോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷനിലോട്ട് കിടക്കാം. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അത് മാത്രമല്ല നിങ്ങൾ MCOM കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നെറ്റിന്റെ കോച്ചിങ്, പിന്നെ MCOM ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വരാൻ പോകുന്ന കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ കോച്ചിങ്, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കോച്ചിങ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ള ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്, ഇവർക്കൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. ആദ്യം 4th സെമസ്റ്റർ MCOM ഡിസ്റ്റൻസ് SDE CBCSS എക്സാമിനേഷൻ April 2026 2022-23 അഡ്മിഷൻ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിവാലുവേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. വേറൊരു ഓപ്ഷൻ ഇല്ല. ദെൻ റിവാലുവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് കുട്ടികളുടെ നെക്സ്റ്റ് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനേക്കാൾ മുമ്പുള്ള സെമസ്റ്ററുകളിലൊക്കെ നല്ല മാർക്കുണ്ട്. ഇനി MCOM കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ ഏതെങ്കിലും കോഴ്സിനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോവാണ്, വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. നിങ്ങൾ ചില പേപ്പറിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിന് റിവാലുവേഷന് കൊടുത്ത് മെനക്കെടണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വേഗം നടക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു 5 മാർക്കോ 10 മാർക്കൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇത്രത്തോളം ടൈം കളയാൻ ഞാൻ പറയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സപ്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും റിവാലുവേഷൻ കൊടുത്തിരിക്കണം. അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതല്ലാണ്ട് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഈ ഒരു സെമസ്റ്ററിൽ മാത്രം ഇങ്ങനെ മാർക്ക് ഏതെങ്കിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിവാലുവേഷൻ കൊടുത്ത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി വേറൊരു കോഴ്സിനോ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇനിയിപ്പോൾ അത് അങ്ങനെ പോട്ടെ. അതല്ല ഇനിയിപ്പോൾ ഇപ്പോൾ 55% നമുക്കിപ്പോൾ നെറ്റിനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട പെർസെൻറ്റേജ് മാർക്ക്. അപ്പോൾ അതിൻ്റെ വക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാം. മനസ്സിലായോ? നേരെ മറിച്ച് നല്ല മാർക്സ് 70% ഓൾറെഡി നിൽക്കുന്നവർ, 75% നിൽക്കുന്നവർ, അങ്ങനെ നല്ല മാർക്കുള്ളവർ ഈ ഒരു ചെറിയ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, അതല്ലാത്തൊരു ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കൊടുക്കുക. കാരണം ഇപ്പോൾ റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ എക്സാം എഴുതി വരുന്ന റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം തന്നെയാണ് ഇവിടെയും വരാറ്. 1.5 മാസം 2 മാസത്തിൻ്റെ ഒരു ടൈം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി മാർക്കുള്ളവർ, മറ്റു പേപ്പറിലൊക്കെ മാർക്കുള്ളവർ അതിന് വേണ്ടിയിട്ട് മെനക്കെടണമെന്ന് ഞാൻ പറയില്ല. അതല്ലാത്ത ഒരു സപ്ലി കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായും റിവാലുവേഷന് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ആണെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.